നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരൂരിൽ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് പോലീസ്. കുറ്റിച്ചിറ സ്വദേശി ഹംസയുടേത് കൊലപാതകം. താനൂർ സ്വദേശി ആബിദ് അറസ്റ്റിൽ. ഹംസയെ ആബിദ് ചവിട്ടുന്ന CCTV ദൃശ്യം തെളിവായി. മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്തം മൂലം മരണം. മരിച്ചത് ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിൻ. തിരുവനന്തപുരം മലയൻകീഴ് ക്ഷേത്രത്തിൽ ആനയോട് ക്രൂരത. കാലിലെ വ്രണം ചികിത്സിക്കുന്നില്ല, മതിയായ പരിചരണം നൽകുന്നില്ലെന്നും പരാതി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ ഉത്തര മലബാറിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും. മണ്ണൂത്തി PC റോഡിൽ മരം വീണ അപകടം തുടർക്കഥ. വഴിയരികിലെ വൻ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നില്ല. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് 18 മരങ്ങൾ. വിശദമായി നോക്കാം. മലപ്പുറം തിരൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റിച്ചിറ സ്വദേശി ഹംസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഒരാളെ അറസ്റ്റ് ചെയ്തു. താനൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായത്. ആബിദും ഹംസയും തമ്മിൽ വാക്കുതർക്കം നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് ഹംസയെ തിരൂരിലെ KG പടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആബിദിനെ താനൂരിൽ നിന്നാണ് പിടികൂടിയത്. ജിഷാദ് വളാഞ്ചേരി വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിലേക്ക് പോലീസിനെ നയിച്ചത് എന്താണ്? എങ്ങനെയാണ് പോലീസിന് അതിനുള്ള തുമ്പ് ലഭിക്കുന്നത്? തിരൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റിച്ചിറ സ്വദേശി ഹംസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താനൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആബിദും ഹംസയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. ഇന്നലെ ഇതിനെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇന്നലെ രാവിലെയാണ് ഹംസയെ തിരൂരിലെ KG പടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നഗ്നമായ മൃതദേഹമാണ് സമീപത്തുണ്ടായിരുന്നത്. ഇവിടെ രക്തക്കറയുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ ഹംസയെ ആബിദ് ചവിട്ടുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആബിദിനെ പോലീസ് താനൂരിൽ വെച്ച് പിടികൂടുന്നത്. ഇയാളെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തിരൂർ CI അന്വേഷണം പുരോഗമിക്കുന്നത്. ജിഷാദ്, ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകം? എങ്ങനെയാണ് പോലീസിന്റെ അനുമാനം? ഹംസയും താനൂർ സ്വദേശി ആബിദും സുഹൃത്തുക്കളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മദ്യപാനത്തിനെ തുടർന്ന് വാക്കുതർക്കമായോ അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളതാണ് അനുമാനം. ശരി, ജിഷാദ് വളാഞ്ചേരിയാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വൈദ്യരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിൽഷ ഷെറിൻ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 18 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. അത് പടർന്ന് 400-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം പിടിവിട്ടു. പരിസര പ്രദേശങ്ങളായ ചേലേമ്പ്രയിലേക്കും മഞ്ഞപ്പിത്തം പടർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ആനയുടെ കാലിൽ വ്രണം. വല്ലഭൻ എന്ന ആനയുടെ കാലിലാണ് വ്രണം. പരിചരണത്തിന്റെ കുറവ് കൊണ്ടാണ് വ്രണമുണ്ടായതെന്നാണ് പരാതി. മദപ്പാടിനെ തുടർന്ന് 2 മാസമായി തളച്ചിട്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായി ചങ്ങല ഉരഞ്ഞ് മുറിവ് ഉണ്ടാവുകയായിരുന്നു. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആനയുടെ കാലിലെ ആ വ്രണം കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. വലിയൊരു മുറിവാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വേണ്ട പരിചരണം നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ടല്ലേ? ആര്യ, പാപ്പാന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിട്ടുള്ളത്. മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് വല്ലഭൻ. ആനയുടെ പിൻകാലിലാണ് ആഴത്തിലുള്ള മുറിവ്. 2 മാസമായി മദപ്പാടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ആനയെ ചങ്ങലയിൽ തളച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ മുറിവ് ഉണ്ടായിട്ടും കൃത്യമായ പരിചരണമോ ചികിത്സയോ ആനയ്ക്ക് നൽകിയില്ല എന്ന പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ
പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചു. തുടർന്ന് ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. ഡോക്ടർ എത്തി മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിന്റെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ മുറിവ് ഉണങ്ങും എന്ന കാര്യമാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നാട്ടുകാരുടെ പരാതി ഇത്ര ദിവസമായിട്ടും ഈ പരിചരണം, കൃത്യമായ ചികിത്സ തുടക്കത്തിൽ തന്നെ നൽകിയില്ല, ആനയെ ശ്രദ്ധയോടെ പരിപാലിച്ചില്ല എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. മാത്രവുമല്ല, ഇപ്പോൾ വനം വകുപ്പ് ഈ കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആനയ്ക്ക് കൃത്യമായ പരിചരണം നൽകിയില്ല എന്ന ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിലാണ് ആനയ്ക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത്. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള വല്ലഭൻ എന്ന ആനയ്ക്കാണ് ഈ ഒരു ദുരവസ്ഥയുള്ളത്. കാലിൽ വ്രണം, പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വ്രണമുണ്ട്. മതപ്പാടിനെ തുടർന്ന് തളച്ചിട്ടിരിക്കുകയാണ്. സ്ഥിരമായി ഈ ചങ്ങല ഉരഞ്ഞുരഞ്ഞാണ് ഈ ഒരു മുറിവ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വേണ്ട വിധത്തിലുള്ള ചികിത്സയോ പരിചരണമോ ആനയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കോങ്ങാട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി 4 വർഷമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് കോങ്ങാട് നമ്പിയത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ 13ാമത്തെ ബ്രാഞ്ചാണ് കോങ്ങാട് ആരംഭിച്ചത്. തിമില വിദ്വാൻ കോങ്ങാട് മധു, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ തുടങ്ങിയവരെയും കോങ്ങാട്ടെ മികച്ച കർഷകരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും 14ാമത്തെ ഷോറൂം അടുത്ത മാസം തുറക്കുമെന്നും UGS MD അജിത് പാലാട്ട് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് സഹായകരമാവുന്ന ഒട്ടനേകം നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ UGS തയ്യാറായി കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ, അതുപോലെ കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ കാരുണ്യ സ്വർണ്ണപ്പണയ വായ്പ തുടങ്ങിയ ഒരുപാട് നല്ല സ്കീമുകൾ സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ UGS നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്ത് A, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു MP, UGS ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, ബ്രാഞ്ച് മാനേജർ NP അഫ്സൽ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. മലബാറിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന TJ ദേവസ്യ അന്തരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലപ്പുറത്തെ കുടിയേറ്റ മേഖലയിൽ താഴത്തേൽ പാപ്പൻ എന്നായിരുന്നു ദേവസ്യ അറിയപ്പെട്ടിരുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യകാല നേതാവും മലയോര മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയുമാണ് ദേവസ്യ. നിലമ്പൂരിലെ മലയോര മേഖലയിൽ പോലീസ് സ്റ്റേഷൻ, സബ് ട്രഷറി, മലയോര റോഡുകൾ, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നിവ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ചത് ഇദ്ദേഹമാണ്. കേരള കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കോട്ടയം കുറുവിലങ്ങാട് ജനിച്ച ദേവസ്യ 1970-ലാണ് കരുവാരക്കുണ്ടിലേക്ക് കുടിയേറിയത്. സംസ്കാരം ചൊവ്വാഴ്ച കരുവാരക്കുണ്ട് തിരുകുടുംബ ദേവാലയത്തിൽ നടക്കും. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ ദുരന്ത നിവാരണ പദ്ധതികളും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി യോഗം ചേർന്നു. മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു. അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുത്തു. നിലവിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും എമർജൻസി റെസ്പോൺസ് ടീമും സജ്ജീകരിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ മണ്ണിടിച്ചൽ മൂലം കുറേ ആളുകളുടെ മരണം സംഭവിച്ചിട്ടുള്ളൊരു പ്രദേശം കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മണ്ണിടിച്ചൽ ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, ഇങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റുക. അപ്പോൾ ക്യാമ്പ് വില്ലേജ് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദേവികുളത്ത് ഒരു എമർജൻസി റെസ്പോൺസ് ടീം
ഇവിടെ നേരത്തെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട ചില ആളുകളുണ്ട്. KCB ആയിരിക്കാം, അല്ലാതെ വകുപ്പുകളായിരിക്കാം. അവരോടെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാലവർഷം എങ്ങനെ മറികടക്കണം, എന്തൊക്കെ മുൻകരുതൽ നമ്മൾ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് കുറേ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. മഴക്കാലം തുടങ്ങിയതോടെ മരങ്ങൾ കടപുഴകി വീണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നിട്ടും അധികാരികൾ പാഠം പഠിക്കുന്നില്ല. തൃശൂർ KFRI ക്യാമ്പസ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന 18 മരങ്ങളുണ്ട്. ഇവ കണ്ടെത്തി പട്ടികയുണ്ടായിട്ട് 1 മാസം കഴിഞ്ഞിട്ടും മുറിച്ചു മാറ്റാൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മഴക്കാലം തുടങ്ങിയാൽ പീച്ചി മുത്തുണ്ണി റോഡിലൂടെയുള്ള യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വൻമരങ്ങൾ. ഇക്കൊല്ലവും അപകടം പതിവ് തെറ്റിച്ചില്ല. ഈ മാസം 7-ന് 5 മരങ്ങളാണ് റോഡിന് കുറുകെ വീണത്. വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കഷ്ടിച്ചുള്ള ഈ രക്ഷപ്പെടൽ എത്ര നാൾ? ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. പീച്ചിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാനും വരപ്പംകെട്ട് വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അന്നേരം അവർക്കൊക്കെ ഭീഷണിയാണ് ഈ മരങ്ങൾ ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ വർഷം ബസ് ഇങ്ങനെ പോകുമ്പോൾ വരപ്പംപാറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ മരം മറിഞ്ഞ് ബസ്സിന്റെ മേളിലേക്ക് വീണാണ്. ഡ്രൈവറുടെ ശ്രദ്ധ കൊണ്ടാണ് അന്ന് മരം വീഴാണ്ടിരുന്നത്. നമുക്ക് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് അപകട ഭീഷണിയാണ്. എപ്പോഴും അപകടത്തിലാണ് കാര്യങ്ങൾ. ഇന്നും മഴ പെയ്താൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മരങ്ങൾ മറിഞ്ഞു വീഴും. വഴി ബ്ലോക്ക് ആവണം. വണ്ടികൾക്ക് പോകാനും ഒക്കെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പോകണം എല്ലാവരും. നിരന്തര അപകടങ്ങൾ, ആരും മരണപ്പെട്ടില്ല എന്ന് മാത്രം. എന്നും വഴി ബ്ലോക്കാവും കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളാണ്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി K. രാജനും ജില്ലാ കലക്ടർ VR. കൃഷ്ണതേജയും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ KFRI അധികൃതരോട് ആവശ്യപ്പെട്ടു. അവരത് ചെയ്തു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയില്ല. പീച്ചി ഡാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാനുള്ള നിർദ്ദേശവും വാക്കുകളിൽ ഒതുങ്ങി. 5 ദിവസം മുൻപ് KFRI വളപ്പിലെ മുളങ്കൂട്ടം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മേലെ പതിച്ചു. മഴ കനക്കുമെന്നിരിക്കെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ സാഹസമാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് നെടുങ്കണ്ടം സ്വദേശി ബിനോയ് മരത്തിൽ നിന്ന് വീണത്. 3 വർഷം മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ബിനോയ് കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് കൊത വെട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ മണ്ടയിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് പിടുത്തം കിട്ടി. കമ്പെ പിടിച്ച് ഞാന്ന് കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിൻ്റെ വേരയിലൊക്കെ വന്ന് അടിച്ചു വീണു. മലക്കം വന്ന് വീണ് ആ നട്ടിൽ പൊട്ടി. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിലും ബിനോയ് തളർന്നു കിടക്കുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പം പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പിന്നെ തിരിച്ചതേപോലെ വരും ഗവൺമെന്റ് ആശുപത്രി. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത്യാവശ്യ ചികിത്സ പോലും ചെയ്യാനാകുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. ചെറിയ വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് അവശേഷിക്കുകയാണ്. ഭാരിച്ച ചെലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ന്യൂസ് 18 ഇടുക്കി. യാത്രാ വിവരണത്തിന് ചിത്രകല മാതൃകയാക്കുകയാണ് 3 ചിത്രകാരന്മാർ. നേപ്പാൾ യാത്രയിൽ കണ്ട കാഴ്ചകളാണ് ക്യാൻവാസിൽ പതിഞ്ഞത്. യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കി മാറ്റി അനുഭവപ്പെടുത്തിയ എഴുത്തുകാർ നിരവധിയാണ്. എന്നാൽ യാത്രയിൽ കണ്ട കാഴ്ചകൾ വരച്ച് രേഖപ്പെടുത്തുന്നവർ അപൂർവമാവും.
വടകര സ്വദേശികളായ ജഗദീഷ് പാലയാട്ട്, KV ശ്രീജേഷ്, കോഴിക്കോട് സ്വദേശി ശ്രീകുമാർ മാവൂർ എന്നിവരാണ് നേപ്പാൾ സന്ദർശനാനുഭവങ്ങൾ ചിത്രങ്ങളായി രൂപപ്പെടുത്തിയത്. തത്സമയം വരച്ച 55 ചിത്രങ്ങൾ ഉൾപ്പെടെ 70 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ വാട്ടർ കളറിലൂടെയാണ് ചിത്രങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു മീഡിയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീഡിയം എന്നുള്ള രീതിയിലാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അവിടെ കിട്ടിയ സന്ദർഭങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിലായിരുന്നു യാത്ര. കാഠ്മണ്ഡു മുതൽ സാരംഗോട്ട് വരെയായിരുന്നു സഞ്ചാരം. നേപ്പാളിലെ പ്രകൃതി ഭംഗിയും തെരുവുകളും ജനങ്ങളുമെല്ലാം ചിത്രങ്ങളായി. വടകരയിൽ ഇവരുടെ പ്രദർശനം ഇപ്പോൾ നടക്കുന്നുണ്ട്. തുടർന്ന് കോഴിക്കോടും ഈ സഞ്ചാര ചിത്രകല പ്രദർശനത്തിന് വയ്ക്കും. ന്യൂസ് 18 വടകര. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ കുഞ്ചാക്കോ ബോബനാണ്. ചാക്കോച്ചൻ എത്തിയോ? ഉണ്ടോ? ഓക്കെ, വരും. അത് നൽകാനായി സഹകരണത്തിന് വളരെ നന്ദി. വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നതാണ്. പത്രസമ്മേളനമായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല, പത്രക്കുറിപ്പ് ഇറക്കുന്നതാണ്. പ്രസ് റിലീസ് വിത്ത് നമ്മുടെ ഇലക്ടഡ് കമ്മിറ്റി നോക്കുന്നത്. ഞാൻ മെന്റൽ സാറാണ് നമ്മുടെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ്? എല്ലാ പ്രമുഖ താരങ്ങളും എത്തിയിട്ടുണ്ടോ? പ്രമുഖ താരങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി ഒഴിച്ച മമ്മൂട്ടി വിദേശത്താണ്. അദ്ദേഹം മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ട് വിദേശത്തായതുകൊണ്ട് നടൻ മമ്മൂട്ടി ഇതിൽ പങ്കെടുക്കുന്നില്ല. മറ്റെല്ലാവരും തന്നെയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ജനറൽ ബോഡി യോഗത്തിലെ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. ഇതിൽ ഉച്ചയ്ക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ, അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി വോട്ടെണ്ണലടക്കം സമാപിക്കും. ഇതിന് ശേഷമാണ് പിന്നീട് വാർത്താ സമ്മേളനവും വാർത്താക്കുറിപ്പായിട്ട് കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ അമ്മയിൽ നേരത്തെ ഒരു സമവായങ്ങൾ, അത്തരം കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും ആളുകളെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന രീതിയിലെല്ലാമായിരുന്നു മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ഇക്കുറി എല്ലാവരും മത്സരിക്കട്ടെ, മത്സര സ്വഭാവത്തോടുകൂടി സംഘടനയെ മാറ്റുക, ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മോഹൻലാൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകാനുള്ള കാര്യമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മോഹൻലാൽ പ്രസിഡന്റായി മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടു. മോഹൻലാലും അതോടൊപ്പം തന്നെ ട്രഷറായി ഉണ്ണി മുകുന്ദനുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവർക്ക് രണ്ടുപേർക്കും മറ്റ് എതിരാളികൾ ഉണ്ടായിരുന്നില്ല, തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 25 വർഷക്കാലമധികം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്ഥാനങ്ങൾ വഹിച്ച ഇടവേള ബാബു ഈ സംഘടനയുടെ ഔദ്യോഗിക തലത്തിൽ നിന്ന്, ഭാരവാഹിത്വത്തിൽ നിന്ന് അവധിയെടുക്കുന്നു എന്നത് തന്നെയാണ്. അദ്ദേഹം അവധിയെടുക്കുന്നു എന്നല്ല, ഇതിൽ നിന്ന് ഇനി താനില്ല മത്സരത്തിന് എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, മറ്റുള്ളവർ വരട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തുകയും അദ്ദേഹം ഇത് മാറുകയും ചെയ്യുന്നു. ഈ സ്ഥാനത്തേക്കാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. സിദ്ദിഖ്, അതോടൊപ്പം കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചെയ്യുന്നത്. പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 സ്ഥാനങ്ങളാണ്, 2 പോസ്റ്റുകളാണ് ഉള്ളത്. ഇവിടേക്ക് മത്സരം നടക്കുമ്പോൾ അവിടെ മഞ്ജു പിള്ളയും അതോടൊപ്പം തന്നെ ജഗദീഷ്, ചേർത്തല ജയൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ഒപ്പം സെക്രട്ടറി സ്ഥാനത്ത്, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ബാബുരാജും അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി
കമ്മിറ്റിയിലേക്ക് 11 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരം നടക്കുന്നു. 12 പേർ മത്സരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 15 പേര് പത്രിക നൽകിയിരുന്നു. ടിനി ടോം, സുരാജ് വഞ്ഞാറമൂട്, കലാഭവൻ, ഷാരൂൺ, രമേശ് പിഷാരടി, വിനു മോഹൻ, സുരേഷ് കൃഷ്ണ, ജോയ് മാത്യു തുടങ്ങിയവരെല്ലാം തന്നെ ഇതിൽ പത്രിക നൽകിയിരുന്നു. വനിതകളായ അൻസിബ, അനന്യ, സറിയു മോഹൻ, രചന നാരായണൻകുട്ടി തുടങ്ങിയവരും ഇതിൽ പത്രിക സമർപ്പിച്ചവരിലെല്ലാം തന്നെ പെടുന്നു. പിന്നീട് അതൊരു 12 പേരായിട്ട് ഇപ്പോൾ ചുരുങ്ങി. ആദ്യഘട്ടത്തിൽ 15 പേരായിരുന്നു, ഇപ്പോൾ 12 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 11 സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടക്കുന്നത്. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് നേരത്തെ അമ്മയുടെ ഒരു ബൈലോ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വനിതകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നതെല്ലാം തന്നെ പ്രത്യേകതയാണ്. ഏതായാലും ഔദ്യോഗിക പാനൽ ഒന്നില്ല, അങ്ങനെ വേണ്ട എന്ന രീതിയിൽ തന്നെ ഒരു പൊതു മത്സരരംഗമാണ് തുറന്നിരിക്കുന്നത്. 506 പേർക്കാണ് വോട്ടിംഗ് അവകാശമുള്ളത്. സംഘടനയിൽ 394 പേർ ആജീവനാന്തര അംഗങ്ങളും 112 പേർ ഓണററി അംഗങ്ങളുമാണ്. ഇതിൽ ഓണററി അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിലും മത്സരിക്കാൻ കഴിയില്ല എന്നതാണ്. ഇതാണ് അതിന്റെ അമ്മയുടെ ഒരു നിയമാവലിയും ചട്ടക്കൂടുമെല്ലാം. എന്തായാലും മത്സരം നടക്കുന്നു എന്നത് തന്നെയാണ്. പ്രമുഖ താരങ്ങൾ മമ്മൂട്ടി ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവരെല്ലാവരും തന്നെ യുവതാരങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ടോ ഡാനി ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കാളികളാവാൻ? അവരുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാവോ? യുവതാരങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? നമ്മുടെ പുതുമുഖ താരങ്ങൾ ഒരുപാട് പേരുണ്ടോ? തീർച്ചയായും അത് എടുത്ത് പറയേണ്ടതാണ്. അത് കാരണം ഈ പഴയ താരങ്ങൾ എന്നതിന് അപ്പുറം, അതായത് മുൻകാല താരങ്ങൾ, പഴയ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്, മെയിൻ സ്ട്രീമായിട്ട് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പുതുമുഖ താരങ്ങൾ പലരും തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നത് അടക്കം ശ്രദ്ധേയമാണ്. ഷൈൻ നിഗം ഉൾപ്പെടെയുള്ള ഷൈൻ നിഗം, അതോടൊപ്പം തന്നെ മറ്റ് പുതിയ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉള്ള പുതിയ താരങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവരെല്ലാവരും ഈ ഒരു പ്രക്രിയയോട് സഹകരിക്കുന്നു. ഒരു സംഘടനാ തലത്തിൽ അവർ ശ്രദ്ധേയമാണ്. വനിതാ താരങ്ങളും എല്ലാവരും തന്നെയും നടിമാരും എല്ലാം തന്നെയും ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. പൊതുവിൽ അവരുടെ ഒരു സാന്നിധ്യവും ശ്രദ്ധേയമാണ്. നേരത്തെയും അമ്മ യോഗങ്ങൾ നടക്കുമ്പോൾ വന്നു പോകുക എന്നതിനപ്പുറം തന്നെയും അവരെല്ലാവരും ഇതിന്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ഇതിൽ പങ്കാളികളാകുന്നു എന്നതടക്കം ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ അമ്മ ഒരു തലമുറകളുടെ ഒരു സംഗമം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗം മാറിയിട്ടുണ്ട് എന്നതാണ്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിനെയും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ പ്രധാനമായും വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ പാമ്പ് കടിയേറ്റ് വീട്ടമ്മ മരിച്ചു. രാജാക്കാട് സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും മുട്ടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാമ്പ് കടിയേറ്റെന്നാണ് നിഗമനം. തളർച്ച തോന്നിയതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. 23 പേർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. അരങ്ങ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവ വിജയികളെ കാസർഗോഡ് ജില്ലാ മിഷൻ ആദരിച്ചു. പീലിക്കോട് കരക്കക്കാവ് നടന്ന പരിപാടിയിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലയിൽ നിന്നുള്ള വിജയികളെ അനുമോദിക്കുകയും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. പീലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി, വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാവ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. KCYM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ പരിസ്ഥിതി പഠന ക്യാമ്പ് ഇടുക്കി നെടുങ്കണ്ടത്ത് ആരംഭിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് നടക്കുന്നത്. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നായി 130 പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്.
കാന്യൻ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് ഇന്ന് സമാപിക്കും. പീഡനക്കേസിൽ പുറത്താക്കിയ CPM നേതാവിനെ തിരിച്ചെടുത്തതിനെതിരെ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ തർക്കവും വിമർശനവും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് പീഡനക്കേസ് പ്രതിയായ സജിമോനെ CPMൽ തിരിച്ചെടുത്തതിനെ ചൊല്ലി തർക്കമുണ്ടായത്. സജിമോനെ തിരിച്ചെടുത്ത പാർട്ടി തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച LC യോഗത്തിൽ പങ്കെടുക്കാൻ സജിമോനും എത്തിയിരുന്നു. സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. തർക്കത്തിനൊടുവിൽ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. CPM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലോക്കൽ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യ പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. 200ഓളം ജീവനക്കാർക്കൊപ്പം വ്യവസായി ബോബി ചെമ്മണ്ണൂരും പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അഡ്വൈസർ ജോസഫ് CF ISS മുഖ്യ അതിഥിയായിരുന്നു. വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്കുള്ള മെഡലുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ക്ഷണിക്കുകയാണ്. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ പ്രാധാന്യമുണ്ടെന്ന് പൊതുജനത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത് OBC അണിനിരത്തുന്ന ചെയ്ത ഈ കൂട്ടയോട്ടം നിങ്ങൾക്ക് മുന്നിലൂടെ ഈ പ്രചാരണമായിരിക്കുന്ന നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. KK